നിർധനരായ കുടുംബത്തിന്റെ വീട് മുന്നറിയിപ്പില്ലാതെ ജപ്തി ചെയ്തതായി പരാതി. മുണ്ടത്തിക്കോട് താമസിക്കുന്ന കുന്നത്തുള്ളി ദാസിന്റെ വീടാണ് ഉജ്ജീവൻ മൈക്രോ ഫിനാൻസ് കമ്പനി ജപ്തി ചെയ്തത്. മരുന്നുകളും വസ്ത്രങ്ങളും ഉൾപ്പെടെ വീട്ടിൽ നിന്ന് എടുക്കാൻ പോലും അനുവദിച്ചില്ലെന്നും കുടുംബത്തിന്റെ ആരോപണം. റിപ്പോർട്ടിലേക്ക്. 2022 മകളുടെ വിവാഹത്തിനായാണ് ദാസ് സ്വകാര്യ കമ്പനിയായ ഉജ്ജീവൻ മൈക്രോ ഫിനാൻസിൽ നിന്ന് 7.5 ലക്ഷം രൂപ വായ്പയെടുത്തത്. തുടർന്ന് 3 വർഷത്തോളം കൃത്യമായി പണം തിരിച്ചടച്ചെങ്കിലും ഗുരുതരമായ രോഗം ബാധിച്ചതിനാൽ പിന്നീട് പണമടയ്ക്കാൻ സാധിച്ചില്ല. ഇതിനിടെ രണ്ടാമത്തെ മകളുടെ വിവാഹം കൂടി നടന്നതോടെ കുടുംബം സാമ്പത്തികമായി പ്രതിസന്ധിയിലായി. കല്യാണത്തിന് ലോൺ 7 വർഷത്തോളം നിങ്ങൾ അടച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മോളെ കല്യാണം അതിൻ്റെ ഇടയിൽ എനിക്ക് സ്ട്രോക്ക് വന്നു. പിന്നെ ലോൺ തിരിച്ചടക്കാൻ പറ്റാണ്ടായി. അവർ ഇന്നലെ 3:30 വന്നിട്ട് അവർ ബലമായി കയറി ലോക്ക് ചെയ്ത് ഞങ്ങൾ പുറത്താക്കി. പോലീസർക്കും വന്ന് ജപ്തി ഉണ്ടായിരുന്നു. ഒന്നും ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. TV, കട്ടില്, വാഷിംഗ് മെഷീൻ എല്ലാ സാധനങ്ങളും പോയവരെ എടുത്തില്ല. എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇന്നലെ വൈകിട്ട് 3 മണിയോടെ പോലീസ് സന്നാഹവുമായി എത്തിയ ഉജ്ജീവൻ അധികൃതർ ഇവരെ പുറത്തിറക്കുകയായിരുന്നു. മരുന്നുകളും വസ്ത്രങ്ങളും പോലും എടുക്കാൻ ഇവർ അനുമതി നൽകിയില്ല എന്ന് കുടുംബം ആരോപിച്ചു. ഇന്നലെ അധികൃതർ സീൽ ചെയ്ത വീടിന്റെ ഉമ്മറത്തെ തറയിലാണ് കുടുംബം രാത്രി മുഴുവൻ ഉറങ്ങിയത്. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരത്തിനായി കൂടിയാലോചനകൾ തുടങ്ങി. പലിശയുൾപ്പെടെ കുടുംബം ഇനി 15 ലക്ഷത്തോളം തിരികെ അടയ്ക്കണമെന്നാണ് ഫിനാൻസ് കമ്പനിയുടെ വിശദീകരണം. കൈരളി ന്യൂസ്, തൃശൂർ.